നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുമായിട്ട് ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരാള്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലിരുന്ന ആള് ഇപ്പോ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയി. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റുന്നില്ല. അപ്പോ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കാറുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്ര റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഒരു ഡിസിഷനും എടുക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി കാർഡ്സ് വരുമോ നോക്കി. ഇത് ഓറക്കിൾ മെസ്സേജ് ആണ്. നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡേ നിങ്ങൾക്കുള്ളൂ, ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങള് ചില സമയത്ത് നമ്മൾ പറ്റില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കുന്നു, നമ്മൾ അത് ബുദ്ധിമുട്ടി അത് ചെയ്യുന്നു, മനസ്സിലായോ? പക്ഷെ അതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല. അവർക്ക് കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അവർക്കൊരു വിലയുമില്ല. അപ്പോ പറ്റില്ല എന്നുള്ള കാര്യം പറ്റില്ല എന്ന് പറയാൻ പഠിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, കേട്ടോ. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഈ വ്യക്തിയുടെ, നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ. ഇവരിപ്പോ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? ഇവരുടെ എനർജി നോക്കുമ്പോ കുറെ കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഇവർക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. മാക്സിമം പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആരുമായിട്ടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവര് സമ്പാദിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇവർക്ക് സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ വളരെയധികം സീക്രട്സ് സൂക്ഷിക്കുന്ന ഒരു എനർജി ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ സീക്രട്സ് ഇവര് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയാനിടയായി. ഇവരെന്തോ പോലീസ് കേസിലൊക്കെ പെട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോ ചിലപ്പോൾ ജയിൽവാസം അനുഭവിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ കള്ളത്തരം, ഇവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ മുഴുവൻ പുറത്തു വന്നിട്ട് ആരോ ഇവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ട് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക്. ഇവരുടെ ഈ ഒരു 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു എനർജിയാണ് ഇവർക്ക്. ഒന്നിലും ഒരു സ്ഥിരതയില്ലാത്ത എനർജി. അതുപോലെ തന്നെ പ്ലെയർ എനർജിയാണ്. ഒത്തിരി ഉഴപ്പുള്ള ആളാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഒറ്റപ്പൂരാടനാണ്, ഹെർമിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ സ്വാർത്ഥത വളരെ അധികമുള്ള, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന, മറ്റുള്ളവരോട് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ലാത്തത്. മറ്റുള്ളവരെ കൊണ്ട് ഇവർക്ക് ഗുണമില്ലെങ്കിൽ ഇവർ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ചെന്ന് ചേരില്ല. എന്ന് വെച്ചാല് ഇവരായിട്ട് ആർക്കും ഒന്നും ഒരു ഗുണവും വരുത്തില്ല. എപ്പോഴും എനിക്ക് നല്ലത് വരണം, എനിക്ക് വേണം, അവരുടെ അടുത്തുള്ളതും കൂടെ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. വെർഗോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസീസ്, ലീബ്ര, ക്യാൻസർ, പൈസീസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയാണത്. നിങ്ങളുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നപ്പോ ചിലപ്പോ നല്ല എനർജി ആയിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ എക്സ്പീരിയൻസുകള്, അനുഭവങ്ങള് ഈ വ്യക്തിയെ ഇങ്ങനെ ആക്കി തീർത്തതായിരിക്കാം. നമുക്കറിയില്ല, എനിക്കറിയില്ല നിങ്ങളുടെ വ്യക്തിയെ. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ വ്യക്തി എങ്ങനെയുള്ള ആളായിരുന്നു എന്ന്. ഇപ്പോ ഇവരുടെ എനർജി ഇങ്ങനെയാണ്. അപ്പോ ഇപ്പൊ എന്താണ് ഇവരുടെ അവസ്ഥ? ഇവരുടെ എനർജി ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഇവരുടെ അവസ്ഥ നമുക്ക് നോക്കാം. എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ വ്യക്തി ജോലി എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരാളാണോ? സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ. എന്തെങ്കിലും ഒരു അംഗവൈകല്യം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ വ്യക്തിക്ക്? അറിയില്ല. എന്തായാലും ജോലി എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണ്. ഈ വ്യക്തിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശാരീരികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോ ശാരീരികമായി പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള ഒരാളായിരിക്കാം. ആദ്യം
പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും ആകാം കേട്ടോ. ഇപ്പോ 10-35 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് മുട്ടുവേദന, തലവേദന, നടുവേദന എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും ആണോ? ഇനിയിപ്പം ഈ വാദം പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് കൈകാലുകളൊക്കെ അനക്കാൻ പറ്റാത്ത അവസ്ഥയാണോ എന്ന് അറിയില്ല. എന്തായാലും ജോലി ചെയ്യാൻ പറ്റാത്ത, ഫിസിക്കൽ ആയിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റാത്ത ആളാണ്, മൂവ് ചെയ്യാൻ പറ്റാത്ത ആളാണെന്നാണ് പറയുന്നത്. വളരെയധികം നഷ്ടം അനുഭവിക്കുന്ന ഒരാളാണ്. എല്ലാവരും തിരസ്കരിച്ച ഒരു എനർജിയാണ് ഇപ്പൊ ഈ വ്യക്തി. അപ്പോ ഇവരുടെ ഉള്ളിലുള്ള ഒരു സ്വഭാവം കൊണ്ട് ഇവരെ എല്ലാവരും ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. അതങ്ങനെയാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ ഉപേക്ഷിച്ച് നമ്മൾ അവരെ വേദനിപ്പിച്ച് വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളുടെ ചെറുപ്പത്തിലെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദങ്ങളും നല്ല എക്സ്പീരിയൻസസ് ഒക്കെ വരും. പക്ഷെ ഒരു പ്രായം കൂടി വരും തോറും മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായിട്ട് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ. അപ്പൊ ഇഷ്ടംപോലെ പണമെല്ലാം പെരുമാറിയിരുന്ന, ഇഷ്ടംപോലെ സ്വത്തും ഇഷ്ടംപോലെ റിലേഷൻഷിപ്പുകളും ഉണ്ടായിരുന്ന ഒരു എനർജിയാണ്. ഇപ്പോ ഈ വ്യക്തിക്ക് ആരുമില്ല. എല്ലാത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഇറക്കി വിടപ്പെട്ട ഒരു എനർജിയാണ്. ഒറ്റയ്ക്കാണ് എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ കൂടെ കൂടെ താമസിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഒരു വൃദ്ധസദനത്തിലോ, ചില പണക്കാര് നമ്മളുടെ റോഡുകളില് ജീവിതം അവസാനിപ്പിക്കാറുണ്ടെന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം റോഡിൽ വന്ന് അനാഥരായിട്ട് വീട്ടുകാരും നാട്ടുകാരും ഇല്ലാതെ, പണമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു എനർജിയും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇവരുടെ കൂടെ ആളുകൾ ഉണ്ടെന്നാണ് വെച്ചാല് ഇവരുടെ കൂടെ താമസിക്കുന്നവർ, ഇപ്പൊ ഇവര് റോഡിൽ താമസിക്കുന്നവരാണെങ്കിൽ അവരുടെ കൂടെ ആളുകളുണ്ട്. മനസ്സിലായോ? അപ്പോ ഇപ്പം വൃദ്ധസദനത്തിലാണെങ്കിൽ അവിടെ കൂടെ താമസിക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ ഇവരോട് സ്നേഹബന്ധത്തിലുള്ളതോ ഇവരുടെ ബന്ധുക്കളോ ആരും ഇവരുടെ കൂടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ചിലപ്പോ ഇവിടുന്ന് നാട് വിട്ടൊക്കെ പോവുക, രാമേശ്വരം, കാശി, അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരാളും ആയിരിക്കാം ഈ ഒരു എനർജി. എന്തായാലും ഈ വ്യക്തിയുടെ ബന്ധുക്കളല്ലാതെ രക്തബന്ധമില്ലാത്ത കുറെ പേര് ഇവരുടെ കൂടെ ഉണ്ട് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. Taurus, Virgo, Capricorn, Cancer, Aries, Leo, Sagittarius, Capricorn, Taurus, Virgo, Capricorn. അപ്പോ ഇതാണ് ഈ വ്യക്തിയുടെ എനർജി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങളോട് ഇവർക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളോട് ഇപ്പോ ഇവർക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഇതൊരു കാർഡ് മറിഞ്ഞായിരുന്നു. വേറെ കാർഡ്സ് നോക്കാം. ഒരു കാർഡ് ഇവിടെ മറിഞ്ഞ് ഓക്കെ തന്നു. അതിന്റെ കൂടെ കുറച്ച് കാർഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവർക്ക് ഓർമ്മയുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇവര് നിങ്ങളെ ചേർത്ത് പിടിച്ചില്ല. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്, നൈറ്റ് മേഴ്സ്. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ വല്ലോ ആയിരുന്നോ ഈ എനർജി? എന്തായാലും ഇവിടെ ഒരു ഹെയർഫാനിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്, ആദിയാണ്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഭയങ്കര ആദിയാണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ജഡ്ജ്മെന്റ് കാർഡാണ്. ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇപ്പൊ അനുഭവിക്കുന്നതെല്ലാം നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണെന്നാണ് വ്യക്തി മനസ്സിലാക്കുന്നത്. അത്രയും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പോ ഈ വ്യക്തിക്ക് ഒരു ലാവിഷായ ജീവിതം ആഗ്രഹിച്ച ഈ വ്യക്തി, നിങ്ങൾ ചിലപ്പോൾ മക്കളൊക്കെ ഉള്ളതായിരിക്കാം. എന്തായാലും ആ വിവാഹത്തിന് ഒട്ടും കൺസിഡർ ചെയ്യാതെ നിങ്ങളെ ഒരു തരത്തിലും നിങ്ങളെ എന്താ പറയാ സഹായിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഡിവോഴ്സ് പോലും ചെയ്തില്ല, ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ വേറെ ആരുടെയോ കൂടെ പോയ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഭയങ്കര ടെൻഷൻ ഉണ്ട് ഈ വ്യക്തിക്ക്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. എന്ത് മുഖത്തോടെ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും? അതൊരു കാര്യം. പിന്നെ ഈ അനുഭവിക്കുന്നത് മുഴുവൻ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ. ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്രായശ്ചിത്തം ഒന്നും ഇല്ല എന്ന് ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. അവസാനത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. അതിനു മുമ്പ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, സ്കോർപിയോ. ഇനി നമ്മൾ അവസാനത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങളെ കുറിച്ച് ഇവർ ആരോടെങ്കിലും ഒക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഇവര് മറ്റുള്ളവരോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 10 of Cups റിവേഴ്സ് വന്നത്. വളരെ സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളും ഇവരുമായിട്ട്. പക്ഷേ ഇവരുടെ ഈ തേർഡ് പാർട്ടി സ്വഭാവം കൊണ്ട് ആ ഡ്രീംസ് എല്ലാം നശിച്ചു പോയി എന്നാണ് ഇവർ പറയുന്നത്. കണ്ടോ, 10 of Cups
റിവേഴ്സ് ആണ് ഇവിടെ വീണിരിക്കുന്നത്. നിങ്ങൾക്ക് നേരെയായിട്ട് തോന്നുമെങ്കിൽ എനിക്ക് ആയിട്ട് എന്നെ ഫേസ് ചെയ്യുമ്പോൾ ഇത് റിവേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ് റിവേഴ്സ് വന്നത്. ഏറ്റവും അധികം ഇവരെ സ്നേഹിച്ചത് നിങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് ആളുകളോട് അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ കുറിച്ച് ആളുകളോട് സംസാരിക്കുന്നുണ്ട് ഇവര്. നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളെ കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ നിങ്ങളോട് ചെയ്ത കാര്യം ഈ വ്യക്തി മരണം വരെ മറക്കില്ല. അത്രയും ദ്രോഹമാണ് നിങ്ങളോട് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. അത് ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തി ഇപ്പോ ആളുകളോട് പറയുന്നുണ്ട്, വളരെ നല്ല ജീവിതമായിരുന്നു, ഞാനായിട്ട് നശിപ്പിച്ചതാണ്, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളാണ്, ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല, ഞാനൊരു തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ടാണ് ഞാൻ ഈ ബന്ധം മുഴുവൻ ഉപേക്ഷിച്ചത്, ഫ്രണ്ട്സിന്റെ കൂടെ കറക്കം, പലതരം റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഏറ്റു പറയുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വരാനോ നിങ്ങളോട് ഏറ്റു പറയാമോ? അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാവാം. പലരുടെയും അവസ്ഥ അതാണ്. ചിലർ അതിനകത്ത് സ്റ്റക്ക് ആയിരിക്കുന്നു. പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മളുടെ കുട്ടികളുടെ കാര്യം നോക്കണം. അപ്പൊ മെജോറിറ്റി ആളുകളും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മുമ്പോട്ട് പോയി, എന്നാലും ഈ വ്യക്തിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഈ വ്യക്തിക്കും നിങ്ങളോട് ചെയ്ത തെറ്റിന്റെ ആ ഒരു ഡെപ്ത് അറിയാം. അപ്പൊ അതുകൊണ്ട് വളരെയധികം മനസ്സ് ദുഃഖിക്കുന്ന ഒരു എനർജിയാണ് എന്നാണ് ഈ വ്യക്തി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. പക്ഷെ ഈ വ്യക്തി മൊത്തത്തിൽ ഇമോഷൻസിനാണ് സംസാരം പറയുന്നത്. നിങ്ങളെ കുറിച്ച് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടാണ് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും മറ്റുള്ളവരോട്. അപ്പൊ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവര്, നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. കാരണം എന്ത് അവസ്ഥയിലാണ് നിങ്ങളെന്ന് അറിയില്ല. ഇനിയിപ്പോ നിങ്ങൾ നശിച്ചു പോയെങ്കിൽ, നിങ്ങളുടെ കുടുംബം മുഴുവൻ നശിച്ചു പോയെങ്കിൽ ഈ ഒരു വ്യക്തിയാണ് അതിന് ഉത്തരവാദി. അപ്പൊ അത് അറിയണ്ട വ്യക്തിക്ക്, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇവിടെ പ്രായശ്ചിത്തം ഇല്ല എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. മനസ്സ് ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ആ വ്യക്തിയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.